കഥ. ഇതിലെ പേരുകളും സ്ഥലങ്ങളും ഇരകളുടെ സ്വകാര്യത കണക്കിലെടുത്ത് മാറ്റം വരുത്തിയിട്ടുള്ളവയാണ്. ഇതൊരു വെറും കഥയല്ല, മറിച്ച് നമുക്കിടയിലെവിടെയോ മറഞ്ഞുകിടന്ന, നീതി ലഭിക്കാതെ പോയ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. തയ്യാറല്ലേ രുദ്രൻ നായർക്കും സംഘത്തിനുമൊപ്പം ആ ഇരുളടഞ്ഞ ഇടനാഴികളിലേക്കിറങ്ങാൻ? കൊച്ചിയിലെ മഴയ്ക്കൊരു പ്രത്യേക ഗന്ധമാണ്. ഉപ്പും അഴുക്കും കലർന്ന അറബിക്കടലിന്റെ കാറ്റും നഗരത്തിലെ ഓടകളിലെ വെള്ളവും ചേർന്നൊരു വല്ലാത്ത മണം. ബൊലേലോയുടെ വിൻഷീൽഡിൽ വൈപ്പറുകൾ താളാത്മകമായി ആടിക്കൊണ്ടിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കുഞ്ഞുമോൻ സ്റ്റിയറിംഗിൽ താളം പിടിക്കുന്നുണ്ട്. പശ്ചാത്തലത്തിൽ പഴയൊരു യേശുദാസ് പാട്ട് വളരെ താഴ്ന്ന വോളിയത്തിൽ കേൾക്കാം. പിൻസീറ്റിൽ ഡിവൈഎസ്പി രുദ്രൻ നായർ ജനാലയിലൂടെ പുറത്തെ ഇരുളിലേക്ക് നോക്കിയിരിക്കുകയാണ്. അയാളുടെ മുഖം ആ ബൊലേറോയുടെ ബോഡി പോലെ തന്നെ പരുക്കനാണ്. പാലക്കാടൻ വെയിലിൻ്റെയും കാറ്റിൻ്റെയും പാടുകൾ ആ മുഖത്തുണ്ട്. തൻ്റെ സ്റ്റീൽ ഫ്ലാസ്കിൽ നിന്നും അയാൾ കടുപ്പമേറിയ കട്ടൻ ചായ ഒരു സിപ്പെടുത്തു. പഞ്ചസാരയില്ലാത്ത ആ ചായയുടെ കയ്പ് അയാളുടെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടി. സാർ, ഈ കൊച്ചിയിലെ മീൻകറിക്കൊരു വല്ലാത്ത ടേസ്റ്റ് അല്ലേ? കുഞ്ഞുമോൻ പെട്ടെന്ന് മൗനം മുറിച്ചു. നമ്മൾ വൈറ്റിലെത്താറായി. അവിടെ ഒരു തട്ടുകടയുണ്ട്. നല്ല എരിവുള്ള മീൻ മുളകിട്ടതും പുട്ടും. ആലോചിക്കുമ്പോഴേ വായിൽ വെള്ളം വരും. മുൻസീറ്റിലിരുന്ന ഡോക്ടർ ഫെലിക്സ് തൻ്റെ ടാബ്ലറ്റിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ മറുപടി പറഞ്ഞു. കുഞ്ഞുമോൻ, നിന്റെ ഈ ഗാസ്ട്രോണമിക് താൽപ്പര്യങ്ങൾ കുറച്ചൊന്ന് കുറച്ചാൽ നന്നായിരുന്നു. കൊച്ചിയിലെ ഹ്യൂമിഡിറ്റിയിൽ ബാക്ടീരിയൽ ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ തുറന്നുവെച്ച തട്ടുകടകളിൽ. ഫെലിക്സ് തൻ്റെ കണ്ണട ഊരി ഒരു മൈക്രോഫൈബർ തുണികൊണ്ട് വളരെ സാവധാനം തുടച്ചു. പിന്നെ നമ്മളിങ്ങോട്ട് വരുന്നത് ഭക്ഷണം കഴിക്കാനല്ല, ഒരാളുടെ ജീവിതം തകർത്ത 2 വർഷമായിട്ടും ആരും കണ്ടുപിടിക്കാത്ത ഒരു സത്യം തേടിയാണ്. രുദ്രൻ നായർ ഒന്നും മിണ്ടിയില്ല. അയാൾ തൻ്റെ കാൽമുട്ടിലൊന്ന് തടവി. മഴ പെയ്യുമ്പോൾ ആ പഴയ വേദന വീണ്ടും വരുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസമായി അയാൾ ഈ കേസ് പഠിക്കുകയായിരുന്നു. ശൈലജ കാമത്ത്, 25 വയസ്സ്, ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സ്വപ്നങ്ങളുമായി കൊച്ചിയിലേക്ക് വന്ന പെൺകുട്ടി. അവൾ കൊല ചെയ്യപ്പെട്ടത് നോർത്ത് കൊച്ചിയിലെ ഹോട്ടൽ സിതാര എന്നൊരു പഴയ ലോഡ്ജിലാണ്. അന്ന് പിടിക്കപ്പെട്ട ബിജു എന്ന റൂം ബോയ് ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ്. പക്ഷേ രുദ്രൻ നായർക്ക് എവിടെയോ ഒരു കണ്ണി ചേരാത്തതുപോലെ തോന്നി. അവർ ആ പഴയ കെട്ടിടത്തിന് മുന്നിൽ വണ്ടി നിർത്തി. ഹോട്ടൽ സിതാര. ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്നിരുന്ന ആ 3 നില കെട്ടിടം ഇന്ന് പ്രേതാലയം പോലെ തോന്നിപ്പിക്കുന്നു. ചുമരുകളിൽ പായൽ പിടിച്ചിരിക്കുന്നു. പെയിന്റ് അടർന്നു വീണിട്ടുണ്ട്. പ്രധാന കവാടത്തിൽ ഒരു നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. നോട്ടീസ് ഓഫ് ഡെമോളിഷൻ. 5 ദിവസത്തിനകം കെട്ടിടം പൊളിച്ചു നീക്കേണ്ടതാണ്. സാർ, 5 ദിവസം. കുഞ്ഞുമോൻ നോട്ടീസിലേക്ക് നോക്കി പറഞ്ഞു. 5 ദിവസത്തിനു ശേഷം ഈ കെട്ടിടം മണ്ണടിയും. തെളിവുകളുണ്ടെങ്കിൽ അതും. ഫെലിക്സ് വണ്ടിയിൽ നിന്നും ഇറങ്ങി തൻ്റെ റെയിൻകോട്ട് ശരിയാക്കി. 5 ദിവസം മതി കുഞ്ഞുമോൻ. ശാസ്ത്രത്തിന് ഒരു നിമിഷം മതി ഒരു കള്ളം പൊളിക്കാൻ. പക്ഷേ ഈ കെട്ടിടത്തിനുള്ളിലെ വായു ശ്വസിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നുന്നു. അയാൾ തൻ്റെ പെർഫ്യൂം പുരട്ടിയ തുവ്വാല മൂക്കോട് ചേർത്തു. രുദ്രൻ നായർ വണ്ടിയിൽ നിന്നും സാവധാനമിറങ്ങി. അയാൾ ആ കെട്ടിടത്തെ ഒന്ന് നോക്കി. അയാളുടെ ഉള്ളിലൊരു ചിത്രം തെളിഞ്ഞു വന്നു. 2 വർഷം മുമ്പ് ഇതേ ഇടനാഴിയിലൂടെ ഒരു പെൺകുട്ടി ഭയത്തോടെ ഓടിയിട്ടുണ്ടാകാം. ആരെയോ അവൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസമാണ് അവിടെ ഈ ലോഡ്ജിലെ 109 നമ്പർ മുറിയിലേക്ക് എത്തിച്ചത്. അവർ അകത്തേക്ക് കയറി. തറയിൽ പൊടിപടലങ്ങൾ, ചിതറിക്കിടക്കുന്ന പഴയ പത്രങ്ങൾ. നോർത്ത് കൊച്ചി സ്റ്റേഷനിലെ CI അവർക്കായി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സാർ, ഇത്രയും വൈകി ഇത് റീഓപ്പൺ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതി ബിജു കുറ്റം സമ്മതിച്ചതാണ്. അവന് വിചാരണ കഴിഞ്ഞ് ശിക്ഷിക്കാനേ ബാക്കിയുള്ളൂ, CI സന്ദേഹത്തോടെ പറഞ്ഞു. രുദ്രൻ നായർ CIയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ബിജു കുറ്റം സമ്മതിച്ചത് അയാൾക്ക് ഭ്രാന്തായതുകൊണ്ടല്ല, മറിച്ച് അയാൾക്ക് കിട്ടിയതിനേക്കാൾ വലിയൊരു ഭീഷണി അവിടെ ഉണ്ടായതുകൊണ്ടാണ്. ചിലപ്പോൾ നിയമം കണ്ണടച്ചേക്കാം, പക്ഷേ സത്യം അത് ഒളിച്ചിരിക്കും. അടുത്ത 5 ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. നിങ്ങളുടെ സ്റ്റേഷനിലെ കേസ് ഫയലുകളൊന്നു വേണം. ആ പൊടിപിടിച്ച മുറിയിൽ അവർ കേസ് ഫയൽ 114/22 തുറന്നു. ശൈലജയുടെ ഫോട്ടോകൾ മേശപ്പുറത്ത് നിരത്തി. ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. ലോകത്തെ കീഴടക്കാൻ വന്നവളാണ്. അവളുടെ മൃതദേഹം കണ്ടെത്തിയത് ലിഫ്റ്റിനുള്ളിലാണ്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവ്, ശരീരത്തിൽ 9 കുത്തുകൾ. ഫെലിക്സ് തൻ്റെ ടാബ്ലറ്റിൽ പഴയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു. കുഞ്ഞുമോൻ ആ പഴയ റൂം ബുക്കിംഗ് രജിസ്റ്റർ മറിച്ചു നോക്കുന്നു. സർ, ഈ ശൈലജയുടെ അച്ഛൻ മാധവൻ കാമത്ത് അന്ന് നല്ല ബഹളമായിരുന്നത്രേ. മകൾക്കൊരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു എന്നറിഞ്ഞതു മുതൽ അയാൾ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. കുഞ്ഞുമോൻ വിവരങ്ങൾ പങ്കുവച്ചു. രുദ്രൻ നായർ തൻ്റെ കണ്ണുകൾ അടച്ചു. അയാൾ ആ മുറിയിൽ ശൈലജയെ സങ്കൽപ്പിച്ചു. പെട്ടെന്ന് ഫെലിക്സ് ഒരു ദീർഘശ്വാസമെടുത്തു. സാർ, ഇവിടെ നോക്കൂ. ഫെലിക്സ് തൻ്റെ ടാബ്ലറ്റിലെ ഒരു ഫോട്ടോ സൂം ചെയ്ത് കാണിച്ചു. ഈ മുറിവിൻ്റെ ആംഗിൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രതി പിന്നിൽ നിന്നും കുത്തിയെന്നാണ്.
പക്ഷേ ഈ മുറിവിന്റെ ഡെപ്തും ആംഗിളും നോക്കിയാൽ മനസ്സിലാകും പ്രതിയുടെ ഉയരം ശൈലജയേക്കാൾ കുറവായിരിക്കണം. ബിജു 6 അടി പൊക്കമുള്ള ആളാണ്. അവൻ കുത്തിയാൽ ഈ ആംഗിളിൽ മുറിവ് വരില്ല. രുദ്രൻ നായർ കണ്ണുകൾ തുറന്നു. ആ കട്ടൻ ചായയുടെ കയ്പ് പോലെ തന്നെ സത്യവും കയ്പുള്ള ഒന്നാണെന്ന് അയാൾക്ക് തോന്നി. അപ്പോൾ ബിജു അല്ല അത് ചെയ്തത്, രുദ്രൻ നായർ പറഞ്ഞു. മാത്രമല്ല സാർ, ഫെലിക്സ് തുടർന്നു, ശൈലജയുടെ ഫോണിലെ അവസാന കോൾ റെക്കോർഡ്സ് നോക്കിയാൽ മനസ്സിലാകും അവൾ അവിടെ ആർക്കോ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൾക്ക് ഭയമുണ്ടായിരുന്നില്ല, പകരം ഒരു ദേഷ്യമായിരുന്നു അവളുടെ മെസ്സേജുകളിൽ. പക്ഷേ ആ ഫോൺ അന്ന് പോലീസ് കണ്ടെത്തിയപ്പോൾ അതിൽ നിന്നും ചില ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പുറത്ത് മഴ കനത്തു. ആ പഴയ കെട്ടിടത്തിന്റെ ചുമരുകൾക്കിടയിലൂടെ കാറ്റ് മൂളിപ്പാഞ്ഞു. രുദ്രൻ നായർ എഴുന്നേറ്റു. അയാൾ ആ ജനാലയിലൂടെ ആ ഇരുളിലേക്ക് നോക്കി. 5 ദിവസം. ആ പെൺകുട്ടിയുടെ നീതിക്കായി നമുക്ക് മുന്നിലുള്ളത് വെറും 5 ദിവസമാണ്. നാളെ രാവിലെ തന്നെ നമുക്ക് ശൈലജയുടെ ബിസിനസ് പാർട്ട്ണർ ആരിഫിനെ കാണണം. അവന്റെ പേര് ഈ ചാറ്റുകളിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്നുണ്ട്. പെട്ടെന്ന് കുഞ്ഞുമോൻ വിറച്ചുപോയി. സാർ, ഈ ലൈറ്റൊന്ന് നോക്കൂ. ആ ലോഡ്ജിന്റെ ഇടനാഴിയിലെ പഴയ ബൾബ് മിന്നി മിന്നി കത്തുകയായിരുന്നു. അതിനടിയിൽ ആ ലിഫ്റ്റിനു മുന്നിൽ ഒരു നിഴൽ കണ്ടതുപോലെ കുഞ്ഞുമോന് തോന്നി. പക്ഷേ അടുത്ത നിമിഷം അവിടെ ഒന്നുമില്ല, മഴയുടെ ശബ്ദം മാത്രം. സിതാര അതിന്റെ രഹസ്യങ്ങൾ വിട്ടുനൽകാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുന്നതുപോലെ. കൊച്ചിയിലെ രാവിലകൾക്ക് ഒരു തിരക്കാണ്. പത്രമിടുന്നവന്റെ സൈക്കിൾ മണിമുഴക്കം മുതൽ കടലിലേക്ക് പോകുന്ന ബോട്ടുകളുടെ എഞ്ചിൻ ശബ്ദം വരെ. മറൈൻ ഡ്രൈവിനോട് ചേർന്നുള്ള ഒരു ചെറിയ തട്ടുകടയ്ക്ക് മുന്നിൽ ബൊലേറോ നിർത്തിയിട്ടിരിക്കുന്നു. സാർ, ഈ ചൂടുള്ള പഴംപൊരിയും ബീഫും ഇതൊരു കോമ്പിനേഷനാ. ഡോക്ടറെ, ഒന്ന് കഴിച്ചു നോക്ക്. നിന്റെ ആ ലണ്ടൻ ഹോസ്പിറ്റലിൽ ഇതൊന്നും കിട്ടില്ല. കുഞ്ഞുമോൻ ഒരു കഷ്ണം പഴംപൊരി വായിലേക്കിട്ടുകൊണ്ട് ഫെലിക്സിനെ നിർബന്ധിച്ചു. ഫെലിക്സ് തന്റെ കയ്യിലുള്ള സാനിറ്റൈസർ വൈപ്സ് കൊണ്ട് ആ പ്ലാസ്റ്റിക് മേശ ഒന്നുകൂടി തുടച്ചു. കുഞ്ഞുമോൻ, ലണ്ടനല്ല, സ്കോട്ട്ലൻഡ് യാർഡ്. അവിടെ ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് വളരെ സ്ട്രിക്റ്റ് ആണ്. ഈ എണ്ണയിൽ എത്ര തവണ പലഹാരങ്ങൾ വറുത്തു എന്ന് നിനക്കറിയാമോ? ഇതിലെ ട്രാൻസ് ഫാറ്റ് നിന്റെ ആർട്ടറികൾ ബ്ലോക്ക് ചെയ്യും. ഫെലിക്സ് വളരെ സൂക്ഷിച്ച് തന്റെ ബാഗിൽ നിന്നും ഒരു കുപ്പി മിനറൽ വാട്ടർ എടുത്തു. അയാൾക്ക് ആ തട്ടുകടയിലെ ഗന്ധം വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തന്റെ വാഗസ് നെർവ് വീണ്ടും പണി തുടങ്ങുകയാണോ എന്ന് അയാൾ സംശയിച്ചു. രുദ്രൻ നായർ ദൂരെ കടലിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അയാൾക്ക് വിശപ്പില്ല. തന്റെ സ്റ്റീൽ ഫ്ലാസ്കിൽ നിന്നും അയാൾ കട്ടൻ ചായ കുടിച്ചു തീർത്തു. നമുക്കാദ്യം ഇൻഫോ പാർക്കിനടുത്തുള്ള ആരിഫിന്റെ ഓഫീസിലേക്ക് പോകാം. 2 വർഷം മുമ്പ് അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് അവൻ ആ രാത്രി ആലുവയിലുള്ള വീട്ടിലായിരുന്നു എന്നാണ്. പക്ഷേ ശൈലജയുടെ ഫോണിലെ ഡിലീറ്റ് ചെയ്ത ലൊക്കേഷൻ ഡേറ്റ കാണിക്കുന്നത് അവൾ സിതാരയിലേക്ക് പോകുന്നതിനു മുമ്പ് ആരിഫിനെ വിളിച്ചിരുന്നു എന്നാണ്. രുദ്രൻ നായരുടെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ അതിലൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. കാക്കനാട്ടെ ആധുനികമായ ആ സ്റ്റാർട്ടപ്പ് ഓഫീസിലേക്ക് അവർ കയറി. ഗ്ലാസ് ചുമരുകളും AC തണുപ്പുമുള്ള ആ മുറിയിൽ ആരിഫ് ഇരിക്കുകയായിരുന്നു. അയാൾക്ക് 30 വയസ്സുണ്ടാവും. നല്ല വസ്ത്രധാരണം, പക്ഷേ കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ. അയാൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായെന്ന് തോന്നും. അവരുടെ വരവ് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സർ, ആ കേസൊക്കെ കഴിഞ്ഞതല്ലേ? ബിജു പിടിക്കപ്പെട്ടില്ലേ? ആരിഫിന്റെ ശബ്ദത്തിൽ ഒരു വറച്ചിലുണ്ടായിരുന്നു. അയാൾ തന്റെ കസേരയിൽ അസ്വസ്ഥനായിരുന്നു. ബിജു പിടിക്കപ്പെട്ടു ആരിഫ്, പക്ഷേ ബിജു കൊന്നില്ല. ഫെലിക്സ് തന്റെ ടാബ്ലറ്റ് മേശപ്പുറത്ത് വെച്ചു. ശൈലജ മരിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് നിനക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ഏഞ്ചൽ പരി 6 എന്ന പേരിൽ നീ ആരുമായാണ് ചാറ്റ് ചെയ്തിരുന്നത് എന്ന് അവൾ ചോദിച്ചിട്ടുണ്ട്. ആരാണ് ഈ ഏഞ്ചൽ പരി? ആരിഫിന്റെ മുഖത്തെ രക്തം വാർന്നുപോയി. അയാൾ പെട്ടെന്ന് ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു. അതൊരു തെറ്റായിരുന്നു സർ. മുംബൈയിലെ ഒരു കോൺഫറൻസിനിടയിലുണ്ടായ ഒരു ചെറിയ ബന്ധം. ശൈലജ അതറിഞ്ഞു. അവൾക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. അതവൾ ചോദിക്കാൻ വേണ്ടിയാണ് സിതാരയിലേക്ക് വരാൻ പറഞ്ഞത്. ഞാൻ അവിടെ പോയിട്ടില്ല സർ, സത്യം. നീ പോയിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ ആരിഫ്, ഈ ഏഞ്ചൽ പരി നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നോ? രുദ്രൻ നായർ മുന്നോട്ട് ആഞ്ഞിരുന്നു ചോദിച്ചു. അയാളുടെ ആ പാലക്കാടൻ ഗ്രാനൈറ്റ് മുഖം ആരിഫിനെ തളർത്തി. എനിക്കറിയില്ല സർ. അവൾ പൈസ ചോദിച്ചിരുന്നു. ശൈലജയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രഹസ്യമായി കുറച്ച് പണം അറേഞ്ച് ചെയ്തത്, അല്ലാതെ അവളെ കൊല്ലാൻ വേണ്ടിയല്ല. ആരിഫ് കരച്ചിലിന്റെ വക്കിലെത്തി. അവിടെ നിന്നിറങ്ങിയ സംഘം അടുത്തതായി പോയത് മട്ടാഞ്ചേരിയിലുള്ള മാധവൻ കാമത്തിന്റെ വീട്ടിലേക്കാണ്. പഴയൊരു ബ്രാഹ്മണ തറവാട്. കവാടത്തിൽ വലിയൊരു ഓട്ടുവിളക്ക്. മുറിക്കുള്ളിൽ ചന്ദനത്തിരിയുടെ ഗന്ധം ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. മാധവൻ കാമത്തൊരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ മകളെ നഷ്ടപ്പെട്ട വേദനയേക്കാൾ കൂടുതൽ ഒരുതരം കടുപ്പമായിരുന്നു. അവൾ നമ്മുടെ കുലത്തിന്റെ പേര് കളഞ്ഞു. ഒരു അന്യമതസ്ഥന്റെ കൂടെ പോകാൻ ഇറങ്ങിത്തിരിച്ചവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നെനിക്കറിയാമായിരുന്നു. കാമത്തിന്റെ ശബ്ദത്തിൽ തരിമ്പും ദയയുണ്ടായിരുന്നില്ല. കുഞ്ഞുമോൻ ആ വീട്ടിലെ ചുമരുകളിലെ ഫോട്ടോകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പഴയ പാരമ്പര്യങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കുന്ന ഒരാളാണ് കാമത്തെന്ന് വ്യക്തം. രുദ്രൻ നായർ മേശപ്പുറത്തിരുന്ന ചില കത്തുകൾ പരിശോധിച്ചു. മകൾക്ക് കാമത്തയച്ച കത്തുകൾ.
നീ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതെയാക്കും എന്നുവരെ അതിൽ എഴുതിയിട്ടുണ്ട്. ഒരു അച്ഛൻ മകൾക്കയക്കുന്ന കത്തുകളല്ല അത്. കാമത്ത് സാർ, ശൈലജ മരിച്ച രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? രുദ്രൻ നായർ ചോദിച്ചു. ഞാൻ ചോറ്റാനിക്കര ക്ഷേത്രത്തിലായിരുന്നു. അവിടുത്തെ നിർമാല്യം തൊഴാൻ പോയതാണ്. എന്റെ കൂടെ മറ്റു 2 പേരുമുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം. അയാൾ വളരെ വ്യക്തമായി മറുപടി നൽകി. അയാളുടെ ശബ്ദത്തിൽ ഭയമില്ലായിരുന്നു. തിരികെ വണ്ടിയിൽ കയറുമ്പോൾ കുഞ്ഞുമോൻ പറഞ്ഞു, സർ, ആ അച്ഛന്റെ കണ്ണുകൾ കണ്ടോ? സ്വന്തം മകളെ കൊന്നാലും അയാൾക്കൊരു കുറ്റബോധവും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷേ അയാൾക്ക് അലിബിയുണ്ട്. അലിബി എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ സത്യത്തിന് അലിബി ആവശ്യമില്ല, രുദ്രൻ നായർ പറഞ്ഞു. രാത്രി അവർ താൽക്കാലികമായി താമസിക്കുന്ന റൂമിലിരുന്ന് ഫെലിക്സ് തന്റെ ലാപ്ടോപ്പിൽ ശൈലജയുടെ ഫോണിലെ ക്ലൗഡ് ബാക്കപ്പ് പരിശോധിക്കുകയായിരുന്നു. സർ, ശൈലജയുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു വോയിസ് നോട്ട് ഞാൻ റിക്കവർ ചെയ്തു. ഇതവൾ സിതാര ഹോട്ടലിലേക്ക് കയറുന്നതിന് കൃത്യം 10 മിനിറ്റ് മുമ്പ് അയച്ചതാണ്. ഫെലിക്സ് പ്ലേ ബട്ടൺ അമർത്തി. എനിക്കറിയാം നീ ഈ പണം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. നീ ആരിഫിനെ വിട്ടേക്ക്. നിന്റെ ഈ നാടകം ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. ഞാൻ സിതാരയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം. റെക്കോർഡിംഗ് അവസാനിച്ചു. ആ മുറിയിൽ ഒരു നിശബ്ദത പടർന്നു. ഇതവൾ ആരിഫിനോടല്ല സംസാരിക്കുന്നത്. അവൾ മറ്റൊരാളെയാണ് വെല്ലുവിളിക്കുന്നത്. ആരിഫിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആളെ. പെട്ടെന്ന് ഫെലിക്സിന്റെ ഫോണിൽ ഒരു അലേർട്ട് വന്നു. സർ, ആരിഫിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കഴിഞ്ഞ മാസം ഒരു വലിയ തുക ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പോയിരിക്കുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കാണ്. ലിവർ ട്രാൻസ്പ്ലാന്റ് ഫണ്ട് എന്നാണ് അതിന്റെ പേര്. രുദ്രൻ നായർ തന്റെ ഡയറി തുറന്നു. അയാൾ അതിലൊരു പേരെഴുതി, ലിവർ ട്രാൻസ്പ്ലാന്റ്. കൊലപാതകത്തിന് പിന്നിൽ പ്രണയമോ ദേഷ്യമോ മാത്രമല്ല, മറിച്ചൊരു ജീവൻ രക്ഷിക്കാനുള്ള അത്യാഗ്രഹവുമുണ്ടോ? ആ ലോഡ്ജിന്റെ ഇരുട്ടിൽ ഡെമോളിഷൻ ടീം തങ്ങളുടെ യന്ത്രങ്ങൾ സജ്ജമാക്കുകയായിരുന്നു. 4 ദിവസങ്ങൾ കൂടി. അതിനുള്ളിൽ സത്യം പുറത്തു വന്നില്ലെങ്കിൽ സിതാരയിലെ 109-ാം നമ്പർ മുറിയിലെ ആ രക്തക്കറ എന്നേക്കുമായി മാഞ്ഞുപോകും. ഹമീദിക്ക, ഈ സിത്താര ലോഡ്ജിൽ പണ്ട് ബിജു എന്നൊരു പയ്യനുണ്ടായിരുന്നല്ലോ. അവൻ ശരിക്കും അങ്ങനെ ഒരു കൊലപാതകം ചെയ്യുമോ? കുഞ്ഞുമോൻ വളരെ നിഷ്കളങ്കമായി ചോദിച്ചു. ഹമീദിക്ക ചായയുടെ അരിപ്പയൊന്ന് തട്ടി. ബിജുവോ? അവൻ പാവമായിരുന്നു മോനെ. ഒരു പൂച്ചയെപ്പോലും കൊല്ലാൻ ധൈര്യമില്ലാത്തവൻ. അവൻ എന്തിനാ അത് ചെയ്തതെന്ന് എനിക്കിന്നും അറിയില്ല. പക്ഷെ ആ രാത്രി സിത്താരയുടെ മുന്നിൽ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിരുന്നു. ശൈലജയല്ല, അവൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച ഒരു ബാഗും കയ്യിലുള്ള ഒരാളായിരുന്നു. നമ്മുടെ ആശുപത്രിയിലെ നേഴ്സുമാരെ പോലെയോ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ പോലെയോ ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടി. കുഞ്ഞുമോൻ പെട്ടെന്ന് പരിപ്പുവട കഴിക്കുന്നത് നിർത്തി. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്? അവളെ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ആ രാത്രി ലിഫ്റ്റിന്റെ പണി നടക്കുമ്പോൾ അവൾ അവിടെ നിന്നിരുന്നു. ആ ബിജുവിനോട് അവൾ എന്തോ ഗൗരവമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹമീദിക്കയുടെ വാക്കുകൾ കുഞ്ഞുമോൻ തന്റെ മനസ്സിൽ കുറിച്ചുവെച്ചു. അതേസമയം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഫെലിക്സ് തന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഒരു പുതിയ തെളിച്ചം. സാർ, ആ ലിവർ ട്രാൻസ്പ്ലാന്റ് ഫണ്ട്, അതിന്റെ പുറകിൽ വലിയൊരു കള്ളമുളങ്ങിയിരിപ്പുണ്ട്. ഫെലിക്സ് തന്റെ ടാബ്ലറ്റ് രുദ്രൻ നായർക്ക് നേരെ നീക്കി. ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാധവി എന്നൊരു സ്ത്രീയാണ്. അവരൊരു വലിയ മരുന്ന് കമ്പനിയുടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാണ്. അവരുടെ സഹോദരൻ രവിക്ക് ലിവർ മാറ്റിവെക്കാൻ 50 ലക്ഷം രൂപ ആവശ്യമായിരുന്നു. ആ തുക കൃത്യമായി ശൈലജ മരിക്കുന്നതിന് തലേ ദിവസം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ആരാണത് കൊടുത്തതെന്ന് അറിയാമോ? ആരിഫ്. രുദ്രൻ നായർ തന്റെ കസേരയിൽ ചാരിയിരുന്നു. അയാൾ തന്റെ കാൽമുട്ടിലെ വേദന മറന്നു. അവരെ അവർ ബ്ലാക്ക്മെയിൽ ചെയ്തതാണ്. ആരിഫിന് ശൈലജയോട് അത് പറയാൻ പേടിയായിരുന്നു. പക്ഷെ ശൈലജ എങ്ങനെയോ അത് അറിഞ്ഞു. അവൾ ആ പണം തിരിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ അവരെ പോലീസിൽ ഏൽപ്പിക്കാനോ ആണ് സിത്താരയിലേക്ക് പോയത്. രുദ്രൻ നായരുടെ ശബ്ദത്തിൽ ഒരു നടുക്കമുണ്ടായിരുന്നു. സ്കോട്ട്ലൻഡ് യാർഡിലെ എന്റെ ട്രെയിനിങ്ങിനിടയിൽ ഞാനൊരു കാര്യം പഠിച്ചിട്ടുണ്ട് സാർ. ഗ്രീഡ് ഹാസ് നോ ഫിംഗർ പ്രിന്റ്സ്, ബട്ട് ഇറ്റ് ഓൾവേസ് ലീവ്സ് എ പേപ്പർ ട്രെയിൽ. മാധവിക്ക് ശൈലജയെ കൊല്ലാൻ വ്യക്തമായ കാരണമുണ്ട്. 50 ലക്ഷം രൂപ നഷ്ടപ്പെടാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം അവർ വീണ്ടും സിത്താരയിലേക്ക് തിരിച്ചുപോയി. കെട്ടിടം പൊളിക്കാനുള്ള JCBകൾ പുറത്ത് സജ്ജമായി കഴിഞ്ഞു. രുദ്രൻ നായർ ലിഫ്റ്റിന് മുന്നിൽ നിന്നു. 2 വർഷം മുമ്പ് ഈ ലിഫ്റ്റിനുള്ളിലായിരുന്നു ശൈലജയുടെ ശരീരം കിടന്നത്. എന്തുകൊണ്ടാണ് കൊലയാളി ശരീരം അവിടെ ഉപേക്ഷിച്ചത്? അയാൾ കണ്ണുകൾ അടച്ചു. കുഞ്ഞുമോൻ, ഈ ലിഫ്റ്റിന്റെ താഴത്തെ കുഴിയൊന്ന് പരിശോധിക്കണം, രുദ്രൻ നായർ പറഞ്ഞു. ലിഫ്റ്റിന്റെ വാതിലുകൾ ബലമായി തുറന്ന് അവർ താഴേക്ക് നോക്കി. കറുത്ത നിറത്തിലുള്ള പഴയ ഗ്രീസും ചെളിയും നിറഞ്ഞൊരാഴം. ഫെലിക്സ് തന്റെ ടോർച്ച് അങ്ങോട്ട് തെളിച്ചു. സാർ, വല്ലാത്തൊരു സ്മെല്ലാണിവിടെ. ഈ ഗ്രീസ് വർഷങ്ങളായി മാറ്റാത്തതാണ്. ഫെലിക്സ് തന്റെ മൂക്ക് പൊത്തിപ്പിടിച്ചു. കുഞ്ഞുമോൻ ഒരു കമ്പി ഉപയോഗിച്ച് ആ ചെളിയിൽ തിരയാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഒന്നിൽ ആ കമ്പി തടഞ്ഞു.
അയാളത് മെല്ലെ പുറത്തെടുത്തു. ഒരു പ്ലാസ്റ്റിക് കഷ്ണം, പഴയ ID കാർഡിന്റെ പകുതി ഭാഗം. അതിലെ ഗ്രീസ് തുടച്ചുമാറ്റിയപ്പോൾ ആ നീല നിറത്തിലുള്ള ലോഗോ തെളിഞ്ഞുവന്നു. മുംബൈയിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ലോഗോ. അതിലെ പേരിന്റെ ബാക്കി ഭാഗം തെളിഞ്ഞുനിന്നു. ADHAVI, മാധവി. സാർ, ഇത് കൊലയാളി ലിഫ്റ്റിൽ മൃതദേഹം ഇടുമ്പോൾ അറിയാതെ താഴെ വീണുപോയതാണ്. കുഞ്ഞുമോൻ ആവേശം കൊണ്ടു. പോലീസുകാർ അന്ന് ലിഫ്റ്റിന്റെ ഉള്ളിൽ മാത്രമേ നോക്കിയുള്ളൂ. ഈ കുഴിയിലേക്ക് ആരും നോക്കിയില്ല. രുദ്രൻ നായർ ആ ID കാർഡ് കഷ്ണത്തിലേക്ക് നോക്കി. അയാളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. സിത്താരയിലെ രഹസ്യങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയിരിക്കുന്നു. മാധവി, അവളാണ് നമ്മുടെ ഇര. പക്ഷേ അവൾ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്. ആ ബിജുവിനെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയത് ആരാണ്? പെട്ടെന്ന് പുറത്ത് മഴയോടൊപ്പം വലിയൊരു ശബ്ദം കേട്ടു. JCD കെട്ടിടത്തിന്റെ പുറത്തെ മതിൽ തകർക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ തുടങ്ങിക്കഴിഞ്ഞു സാർ. നമുക്ക് സമയമില്ല. 3 ദിവസങ്ങൾ മാത്രം. കൊലയാളി ഇപ്പോൾ എവിടെയോ ഇരുന്ന് ചിരിക്കുന്നുണ്ടാകാം. പക്ഷേ ആ ചിരി അവസാനിക്കാൻ പോകുന്നു. നോർത്ത് കൊച്ചിയിലെ സിത്താര ലോഡ്ജിന്റെ അവസ്ഥ ഇപ്പോൾ ദയനീയമാണ്. 1-ാം നില പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. യന്ത്രങ്ങളുടെ ഇരമ്പൽ കാരണം അവിടെ ഒരാൾ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് കേൾക്കാൻ പോലും കഴിയില്ല. രുദ്രൻ നായർ തന്റെ ബൊലേറോയിലിരുന്ന് ആ കാഴ്ച നോക്കി നിന്നു. അയാളുടെ കാൽമുട്ടിലെ വേദന ഇന്ന് അസഹനീയമാണ്. പക്ഷേ ആ വേദനയേക്കാൾ കൂടുതൽ അയാളെ അലട്ടുന്നത് ആ പെൺകുട്ടിയുടെ നീതിയാണ്. സാർ, നമുക്ക് ജയിലിലേക്ക് പോകാം. ബിജുവിനെ ഒന്നുകൂടി കാണണം. ഇത്തവണ അവൻ സത്യം പറയും. കുഞ്ഞുമോൻ സ്റ്റിയറിംഗ് തിരിച്ചു. അവർ നേരെ പോയത് കൊച്ചി സെൻട്രൽ ജയിലിലേക്കാണ്. സന്ദർശക മുറിയിലെ ആ കമ്പിയഴികൾക്കപ്പുറം ബിജു ഇരിക്കുകയായിരുന്നു. 2 വർഷത്തെ ജയിൽവാസം ആ യുവാവിനെ ഒരു വൃദ്ധനെ പോലെയാക്കിയിരിക്കുന്നു. അവന്റെ കണ്ണുകളിൽ ജീവനില്ലായിരുന്നു. രുദ്രൻ നായർ വളരെ ശാന്തമായി അവനു മുന്നിലിരുന്നു. ബിജു, നിനക്ക് ശിക്ഷ കിട്ടാൻ ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ. നീ ആ പെൺകുട്ടിയെ കൊന്നില്ലെന്ന് എനിക്കറിയാം. നിന്റെ അനിയത്തി ഇപ്പോൾ 10ാം ക്ലാസ്സിലല്ലേ? അവളുടെ സ്കൂൾ ബസ് വരുന്നത് കൃത്യം 8:15 ആ മാധവി നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകുമല്ലോ. ബിജു പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവൻ രുദ്രൻ നായരുടെ കൈകളിൽ മുറുകെ പിടിച്ചു. സാർ, അവൾ എന്നെ കൊല്ലും. എന്റെ അനിയത്തിയെ അവൾ കൊല്ലും. ആ രാത്രി ലിഫ്റ്റ് കേടായപ്പോൾ അവളും അവളുടെ സഹോദരനും കൂടി ആ പെൺകുട്ടിയെ വലിച്ചിഴച്ചു മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. ഞാനത് കണ്ടു. അവർ എനിക്ക് ഒരുപാട് പണം വാഗ്ദാനം ചെയ്തു. സമ്മതിക്കാതിരുന്നപ്പോൾ എന്റെ അനിയത്തിയുടെ കാര്യം പറഞ്ഞു. ഞാൻ പേടിച്ചുപോയി സാർ. ലിഫ്റ്റ് കുഴിയിലെ ആ രക്തം കഴുകിക്കളയാൻ അവരെന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. ബിജു പൊട്ടിക്കരഞ്ഞു. അതേസമയം ആലുവയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിന് മുന്നിൽ ഫെലിക്സ് കാത്തുനിൽക്കുകയായിരുന്നു. അയാൾ തന്റെ ടാബ്ലറ്റിൽ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. സാർ, ബിങ്കോ, ഏഞ്ചൽ പരി 6 എന്ന അക്കൗണ്ട് ഇപ്പോൾ ആക്റ്റീവാണ്. അതിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് കൃത്യം ഈ ആശുപത്രിയിലെ 3rd ഫ്ലോറാണ്. ഫെലിക്സ് തന്റെ ഫോണിലൂടെ രുദ്രൻ നായർക്ക് പറഞ്ഞു. രുദ്രൻ നായരും കുഞ്ഞുമോനും ഉടൻ തന്നെ അവിടെ എത്തി. 3-ാം നിലയിലെ 304-ാം നമ്പർ മുറിയിൽ മാധവി ഉണ്ടായിരുന്നു. അവൾ തന്റെ സഹോദരൻ രവിക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രവി വളരെ അവശനായിരുന്നു. ലിവർ ട്രാൻസ്പ്ലാന്റിന് ശേഷം അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ശ്രമിക്കുകയാണ്. മാധവി വളരെ പ്രൊഫഷണലായി അവരെ നോക്കി പുഞ്ചിരിച്ചു. നമസ്കാരം സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? മാധവി, ഈ നിന്റെ സ്മൈൽ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ടാകും. രുദ്രൻ നായർ മുറിക്കുള്ളിലേക്ക് കയറി. പക്ഷേ സിത്താരയിലെ ലിഫ്റ്റ് കുഴിയിൽ നിന്നും ഞങ്ങൾക്ക് നിന്റെ ID കാർഡ് കിട്ടി. പിന്നെ ബിജു എല്ലാം പറഞ്ഞു കഴിഞ്ഞു. മാധവിയുടെ മുഖത്തൊരു മാറ്റവും വന്നില്ല. അവൾ വളരെ ശാന്തമായി തന്റെ കയ്യിലിരുന്ന ആന്റിസെപ്റ്റിക് കുപ്പി മേശപ്പുറത്തു വെച്ചു. സാർ, എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ബിജു ഒരു കുറ്റവാളിയാണ്. അവന്റെ വാക്കുകൾ കോടതിയിൽ നിലനിൽക്കില്ല. പിന്നെ ആ ID കാർഡ്, അത് ഞാൻ അവിടെ എപ്പോഴോ കളഞ്ഞുപോയതാകാം. ഫെലിക്സ് ആ മുറിയിലെ ഗന്ധം ശ്രദ്ധിച്ചു. ഒരു തരം തീക്ഷ്ണമായ ആന്റിസെപ്റ്റിക് മണം. അയാൾ തന്റെ ടാബ്ലറ്റിൽ ശൈലജയുടെ മൃതദേഹത്തിലെ ചില കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടുകൾ നോക്കി. മാധവി, ഈ ആന്റിസെപ്റ്റിക് ബറാണ്ട, ഇത് സാധാരണ ആശുപത്രികളിൽ ഉപയോഗിക്കുന്നതല്ല. നിന്റെ കമ്പനി മാത്രമുണ്ടാക്കുന്ന ഒന്നാണ്. ശൈലജയുടെ മുറിവുകളിൽ ഇതേ കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. നീ അവളെ കൊന്ന ശേഷം മുറിവുകൾ വൃത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ശാസ്ത്രത്തെ നിനക്ക് പറ്റിക്കാൻ കഴിയില്ല. ഫെലിക്സിന്റെ വാക്കുകൾ ഒരു വെടിയുണ്ട പോലെയായിരുന്നു. മാധവിയുടെ വിരലുകൾ ചെറുതായി വിറച്ചു. അവൾ ആ കുപ്പി മുറുകെ പിടിച്ചു. പക്ഷെ അവൾ വീണ്ടും ചിരിച്ചു. സാർ, ഇതും ഒരു സാഹചര്യ തെളിവ് മാത്രമാണ്. കൊലക്കത്തി എവിടെ? അത് കാണിക്കൂ. അപ്പോഴാണ് കുഞ്ഞുമോന്റെ ഫോൺ ബെല്ലടിച്ചത്. സിത്താരയിലെ ഡെമോളിഷൻ ഫോർമാനാണ്. സാർ,
ഉടൻ ഇങ്ങോട്ട് വരണം. ലിഫ്റ്റ് മോട്ടർ റൂമിന്റെ തറ തകർത്തപ്പോൾ അതിനുള്ളിലൊരു ഹോളോ സ്പേസ് കണ്ടു. അതിനുള്ളിൽ എന്തോ ഒന്നിൽ തുണി ചുറ്റിവെച്ചിട്ടുണ്ട്. രുദ്രൻ നായർ മാധവിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ മുഖത്തെ ആ ശാന്തത പെട്ടെന്ന് മാഞ്ഞുപോയി. മാധവി, നീ അതവിടെയാണ് ഒളിപ്പിച്ചത് അല്ലേ? കൊലത്തത്തിയും ആ രാത്രി നീ ധരിച്ചിരുന്ന ആ വസ്ത്രങ്ങളും ആ തറ കോൺക്രീറ്റ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് നീ അതവിടെ ഇട്ടു. ആ കെട്ടിടം ഒരിക്കലും പൊളിക്കില്ലെന്ന് നീ കരുതി. രുദ്രൻ നായർ തന്റെ വാച്ചിലേക്ക് നോക്കി. ഇനി 12 മണിക്കൂർ മാത്രം. ആ മോട്ടർ റൂം കൂടി തകർത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ തെളിവ് ലഭിക്കും. അപ്പോൾ നിന്റെ ഈ ചിരി അവസാനിക്കും. അവർ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. മാധവി ആ മുറിയിൽ തനിച്ചായി. അവളുടെ ശ്വാസം വേഗത്തിലായി. അവൾ തന്റെ സഹോദരന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. സത്യം അതിന്റെ ശവകല്ലറയിൽ നിന്നും പുറത്തുവരാൻ പോകുകയാണ്. പക്ഷേ മാധവി അവസാനത്തെ അടവ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലെ ആകാശത്ത് കറുത്ത മേഘങ്ങൾ കനം തൂങ്ങി നിന്നു. ഉച്ചയായിട്ടും നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നും. സിത്താര ലോഡ്ജിനു മുന്നിൽ JCBകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ലിഫ്റ്റ് മോട്ടോർ റൂമിന്റെ കോൺക്രീറ്റ് തറയിൽ കുഞ്ഞുമോൻ ഒരു വലിയ ചുറ്റികയുമായി ആഞ്ഞു പ്രഹരിക്കുകയായിരുന്നു. പെട്ടെന്ന് കോൺക്രീറ്റ് പാളി തകർന്നു. അതിനുള്ളിൽ ഒരു ചെറിയ അറ തെളിഞ്ഞുവന്നു. ഫെലിക്സ് തന്റെ ഗ്ലൗസ് ധരിച്ച കൈകൾ കൊണ്ട് അതിനുള്ളിൽ നിന്നും ഒരു കറുത്ത പ്ലാസ്റ്റിക് കവർ പുറത്തെടുത്തു. അതൊരു വാക്വം സീൽ ചെയ്ത ബാഗായിരുന്നു. അതിനുള്ളിൽ രക്തം കട്ടപിടിച്ച ഒരു വെള്ള ലാബ് കോട്ടും തിളക്കമാർന്ന ഒരു സർജിക്കൽ സ്കാൽപ്പലുമുണ്ടായിരുന്നു. സാർ, ഇതുതന്നെയാണ് സാധനം. ഫെലിക്സ് തന്റെ ടോർച്ച് ആ സ്കാൽപ്പലിലേക്ക് തെളിച്ചു. സാധാരണ കത്തികൊണ്ടുള്ള മുറിവല്ല ശൈലജയുടെ ശരീരത്തിലുണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഇതൊരു മെഡിക്കൽ എക്സ്പേർട്ട് ഉപയോഗിക്കുന്ന കൃത്യതയുള്ള ആയുധമാണ്. 2 വർഷമായിട്ടും ഇതിലെ DNA നശിച്ചിട്ടില്ല. മാധവിയുടെ വിരലടയാളം ഇതിൽ തന്നെയുണ്ടാകും. രുദ്രൻ നായർ ആ ആയുധത്തിലേക്ക് നോക്കി. ഒരു ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കേണ്ട ഉപകരണം ഒരു ജീവൻ എടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. അയാളുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കം. കുഞ്ഞുമോൻ, ഉടൻ ആലുവയിലേക്ക് വിട്ടോ. മാധവി അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടാകും. ആലുവ ഹൈവേയിൽ വെച്ച് അവർ ആ പ്രൈവറ്റ് ആംബുലൻസ് കണ്ടു. തന്റെ സഹോദരനെയും കൊണ്ട് മാധവി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. രുദ്രൻ നായർ തന്റെ ബൊലേറോ ആംബുലൻസിന് കുറുകെ നിർത്തി. മഴയിൽ നനഞ്ഞുകൊണ്ട് രുദ്രൻ നായർ വണ്ടിയിൽ നിന്നും ഇറങ്ങി. അയാളുടെ കൈകൾ തന്റെ കോട്ടിനുള്ളിലെ ആ പ്ലാസ്റ്റിക് കവറിലായിരുന്നു. മാധവി ആംബുലൻസിൽ നിന്നും പുറത്തിറങ്ങി. അവളുടെ മുഖത്ത് പഴയ ആ ശാന്തതയില്ല. വിറയ്ക്കുന്ന ചുണ്ടുകളും പാറിപ്പടന്ന മുടിയും അവളെ ഒരു വേട്ടയാടപ്പെട്ട മൃഗത്തെപ്പോലെയാക്കി. മാധവി, നിനക്ക് പോകാൻ ഇനി ഒരിടവുമില്ല. രുദ്രൻ നായർ ആ പ്ലാസ്റ്റിക് കവർ ഉയർത്തിക്കാട്ടി. നിന്റെ കരിയറും നിന്റെ ജീവിതവും നീ ഈ കോൺക്രീറ്റ് തറയ്ക്കുള്ളിൽ കുഴിച്ചുമൂടി. പക്ഷേ സത്യത്തിന് ശ്വാസം മുട്ടില്ല. മാധവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. മഴവെള്ളം അവളുടെ കണ്ണുനീരിനെ കഴുകിക്കളഞ്ഞു. ഞാനതെന്റെ അനിയനു വേണ്ടിയാണ് ചെയ്തത് സാർ. അവനൊരു ലിവർ മാറ്റിവെക്കാൻ 50 ലക്ഷം രൂപ വേണമായിരുന്നു. ആ ആരിഫ് പാവമായിരുന്നു. അവൻ പൈസ തന്നു. പക്ഷേ ആ ശൈലജ, അവൾ എല്ലാത്തിനും തടസ്സമായി വന്നു. സിത്താരയിൽ വെച്ച് അവൾ എന്നെ വെല്ലുവിളിച്ചു. ആ പണം തിരിച്ചു വാങ്ങുമെന്ന് പറഞ്ഞു. അവൾക്ക് ആ പണം വെറുമൊരു ബിസിനസ് പ്രോഫിറ്റ് മാത്രമായിരുന്നു. പക്ഷേ എനിക്കത് എന്റെ അനിയന്റെ ജീവനായിരുന്നു. ഞാൻ കൊന്നതല്ല സാർ, അതൊരു സർജറിയായിരുന്നു. എന്റെ അനിയന്റെ ജീവന് തടസ്സമായ ഒരു ട്യൂമറിനെ നീക്കം ചെയ്തതുപോലെ ഞാനത് ചെയ്തു. മാധവിയുടെ ശബ്ദത്തിൽ ഒരു ഭ്രാന്തമായ ഭാവമുണ്ടായിരുന്നു. ഫെലിക്സ് തന്റെ ടാബ്ലറ്റിലെ റിപ്പോർട്ട് രുദ്രൻ നായർക്ക് കൈമാറി. സാർ, കൺഫേംഡ്. സ്കാൽപ്പലിലെ വിരലടയാളം മാധവിയുടേതാണ്. മരിച്ച പെൺകുട്ടിയുടെ രക്തവും അതിലുണ്ട്. കുഞ്ഞുമോൻ മാധവിയുടെ കൈകളിൽ വിളങ്ങുവച്ചു. ആ ആംബുലൻസിനുള്ളിലിരുന്ന രവി ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. തന്റെ ജീവൻ രക്ഷിക്കാൻ തന്റെ സഹോദരി ഒരു കൊലയാളിയായത് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മഴ കുറഞ്ഞിരിക്കുന്നു. വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഒരു ചെറിയ തട്ടുകടയിൽ രുദ്രൻ നായരും ഫെലിക്സും കുഞ്ഞുമോനും ഇരിക്കുകയായിരുന്നു. രുദ്രൻ നായർ തന്റെ ഡയറി എന്തോ എഴുതുന്നു. ഫെലിക്സ് വളരെ താൽപ്പര്യത്തോടെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുന്നു. സാർ, ഈ ചായയ്ക്കൊരു വല്ലാത്ത ടേസ്റ്റ്. സ്കോട്ട്ലൻഡ് യാർഡിൽ എനിക്ക് കിട്ടാത്ത ഒരേ ഒരു കാര്യമാണിത്. ഫെലിക്സ് ചിരിച്ചു. കുഞ്ഞുമോൻ ഒരു പ്ലേറ്റ് പരിപ്പുവടയുമായി എത്തി. സാർ, ഇനി അടുത്ത കേസ് എപ്പോഴാ? നമ്മളില്ലാത്ത കൊച്ചിയിൽ ഇനി കുറ്റവാളികൾ പേടിക്കണ്ടേ? രുദ്രൻ നായർ തന്റെ ഡയറി അടച്ചു. കുറ്റകൃത്യങ്ങൾ അവസാനിക്കില്ല കുഞ്ഞുമോൻ. മനുഷ്യന്റെ ഉള്ളിലെ അത്യാഗ്രഹം നിലനിൽക്കുന്നിടത്തോളം കാലം. അയാൾ തന്റെ കട്ടൻ ചായ ഒരു സിപ്പെടുത്തു.
ആ കയ്പിന് ഇപ്പോഴൊരു വിജയത്തിന്റെ മധുരമുണ്ട്. ബൊലേറോ വീണ്ടും യാത്ര തുടങ്ങി, കൊച്ചിയുടെ തിരക്കുകളിലേക്ക്, പുതിയ രഹസ്യങ്ങളിലേക്ക്. സിതാര ഹോട്ടലിലെ ആ ഇരുളടഞ്ഞ രഹസ്യങ്ങൾ ഒടുവിൽ രുദ്രൻ നായർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഇതുപോലെയുള്ള ഉദ്വേഗജനകമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കഥകൾ ഇനിയും കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശൈലജയുടെ നീതിക്കു വേണ്ടിയുള്ള ഈ പോരാട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. അടുത്തൊരു കേസ് ഫയലുമായി ഞങ്ങൾ ഉടനെത്തും.